അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രഭാത സന്ദേശവുമായി നിങ്ങളുടെ മധ്യേ അവനായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വലിയ കൃപയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി ഇന്ന് പ്രഭാതത്തിൽ ഇന്നത്തെ ദിവസത്തിൽ അനുഗ്രഹിക്കട്ടെ. വായിച്ച ഈ വചനവേദഭാഗ്യം നമ്മൾ വായിച്ചു കേട്ടത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ. കർത്താവ് രണ്ട് കൂട്ടം പേരെ കർത്താവ് വിളിക്കുകയാണ്. ആരെയൊക്കെ വിളിക്കുന്നത്? അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ. ഈ രണ്ട് കൂട്ടം പേരെയാണ് കർത്താവ് വിളിക്കുന്നത്. അല്ലാതെ കിടന്നുറങ്ങുന്നവനെയോ മടി പിടിച്ചിരിക്കുന്നവനെയോ അല്ലേ, അല്ലാതെ അവനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവനെ കർത്താവ് വിളിക്കുന്നുണ്ട്. അവനെ കർത്താവിന് വേണ്ട. കർത്താവ് ചോദിക്കുന്നത് അറിയാം, അധ്വാനിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഭാരം ചുമക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കർത്താവ് എന്ന് പറയുന്നു, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് ഉറപ്പുണ്ട്, അധ്വാനിക്കുന്നവന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, കർത്താവ് പറയുകയാണ്, എൻ്റെ അടുക്കൽ നിങ്ങൾ വരുവിൻ. ആര് വരണം? അധ്വാനിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വരണം. എങ്ങനെ അധ്വാനിക്കുന്നവർ? ഞാൻ ഇന്ന് പകൽക്കാലം കൈമാറാം. ശുശ്രൂഷയിൽ അധ്വാനിക്കുന്നവരുണ്ടോ? അല്ലേ? അതുപോലെ കുടുംബത്തിനകത്ത് അധ്വാനിക്കുന്നവരുണ്ടോ? കിടന്നുറങ്ങുന്നവൻ മടി പിടിച്ചിരിക്കുന്നവൻ ഒക്കെ എന്ത് ചെയ്യും? അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സ്തോത്രം. അവരൊന്നും എന്ത് ചെയ്യത്തില്ല? അവരൊന്നും ഒന്നും ചെയ്യത്തില്ല. ഒന്നും ചെയ്യാതെ രക്ഷപ്പെടാൻ പറ്റും. ഒന്നും ചെയ്യാതെ രക്ഷപ്പെടാൻ കഴിയത്തുമില്ല. കർത്താവ് പറയുന്നത് കർത്താവിനും അവരെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാം, അധ്വാനിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഭാരം വഹിക്കുന്നവരാരെങ്കിലും ഉണ്ട്, ഭാരം ചുമക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കൈമാറാം, എല്ലാവരെയും കർത്താവ് പറയുക, അവരൊക്കെ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. കഥ പറയുന്നു, ഞാൻ അവരെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സ്തോത്രം. നമ്മൾ വായിച്ചത്, അധ്വാനിക്കുന്നവരെ ഇന്ന് രാത്രി ദൈവത്തിന് വേണം. പ്രൈസ് ദി ലോർഡ്. അധ്വാനിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അവരെ കർത്താവിന് വേണം. ഭാരം ചുമക്കുന്നവർ, ഭാരം ചുമക്കുന്നവരെയും എന്തിനു കർത്താവ് പറയുന്നു, അവരും എൻ്റെ അടുക്കൽ വരട്ടെ. ആരുടെയെങ്കിലുമൊക്കെ ഭാരം വഹിക്കുന്ന ശുശ്രൂഷകളിൽ നിങ്ങളുടെ ചുമലിൽ ഒത്തിരി ഭാരങ്ങളുണ്ടായിരിക്കാം. ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം. എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ കൈമാറാം, ആരുടെയൊക്കെയോ ഭാരം നിങ്ങളും കൂടെ ചുമക്കുകയല്ലേ? സഭയ്ക്കകത്ത് വരുന്ന വിശ്വാസി കുടുംബങ്ങളുടെ ഭാരം നിങ്ങൾ ചുമക്കുന്നുണ്ടാകാം, അല്ലേ? ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളേറിയ ഭാരം നിങ്ങൾ ചുമക്കുന്നുണ്ടാകാം. കുടുംബത്തിനകത്തെ അല്ലെങ്കിൽ സഭയുടെ അകത്ത് ഒരുപാട് വിഷയങ്ങളുടെ അകത്ത് നിങ്ങൾ ഭാരം ചുമക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ വീടുകളുടെ അകത്ത് ഭാരങ്ങൾ നിങ്ങൾ ചുമക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, അങ്ങനെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. അപ്പോൾ ഇവർക്ക് വേണ്ടി കൊടുക്കാൻ കർത്താവിന് എന്തോ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ഇവർക്ക് വേണ്ടി കൊടുക്കാൻ, ആർക്ക് വേണ്ടി? അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അവർക്ക് വേണ്ടി ദൈവത്തിന് കൊടുക്കാൻ എന്തോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെന്നും ഭാരത്തോടുകൂടെ ഇരിക്കുവാൻ, നിങ്ങളെന്നും ഭാരം ചുമന്നുകൊണ്ടിരിക്കുവാൻ, നിങ്ങളെന്നും സ്തോത്രം കണ്ണുനീരോടുകൂടെ ഇരിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്ന. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളുടെ കണ്ണുനീരുകളെ മാറ്റുവാൻ, നിങ്ങളുടെ വേദനകളെ മാറ്റുവാൻ, നിങ്ങളുടെ നിരാശകളെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവൻ വിശ്വസ്തന. അവൻ ഒരു നാളും നമ്മെ തള്ളിക്കളയുകയില്ല. നിങ്ങൾ ഭാരം ചുമക്കുന്നവരാണോ? അധ്വാനിക്കുന്നവരാണോ? കിടന്നുറങ്ങുന്നവനെ അല്ല കർത്താവ് നോക്കുന്നേ. പ്രൈസ് ദി ലോർഡ്.
ഈ ലോകത്തിൻ്റെ അടിമപ്പെട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവൻ ലോകത്തിലേക്ക് നോക്കി നടക്കുന്നവനെയല്ല കർത്താവ് ചോദിക്കുന്നത്. ഭാരം ചുമക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അധ്വാനിക്കുന്ന ജനവർഗത്തെ നോക്കി കർത്താവ് വിളിച്ച് പറയുന്നു, അങ്ങനെയുള്ളവർ എൻ്റെ അടുക്കലേക്ക് വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വിശ്വസിക്കുക, കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ ഒരാശ്വാസം നിങ്ങൾക്ക് വേണ്ടി തരാൻ എൻ്റെ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആശ്വാസമില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ഇന്നൊരു പകൽ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു വാ. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കും, നിങ്ങളുടെ തലമുറകളെ ആശ്വസിപ്പിക്കും, നിങ്ങളുടെ കണ്ണുനീരുകളെ കർത്താവ് തുടങ്ങും. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ രാവിലെ സമയത്തിൽ ഈ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഈ പ്രിയ കുടുംബങ്ങളോട് കൂടെ ഇരിക്കണമേ. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെ കൈമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്ന ജനവർഗത്തെ നോക്കി ഭാരം ചുമക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് കർത്താവ് പറഞ്ഞല്ലോ, അവർ എൻ്റെ അടുക്കലേക്ക് വരട്ടെ, ഞാൻ അവരെ ആശ്വസിപ്പിക്കാം. ഇന്ന് പകൽ കർത്താവെ, അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി കടന്നു വരുന്ന ഈ പ്രിയ കുടുംബങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. അവർക്ക് വേണ്ടി ദൈവം കരുതണം, അവരെ ദൈവം വിടുവിക്കണമേ. ദൈവത്തിൻ്റെ കൃപയും കരുതലും കാവലും ഈ പ്രിയ മക്കളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ജനത്തെയും, എൻ്റെ ശബ്ദം കേൾക്കുന്ന സകല ജനത്തെയും, അവരുടെ സകല ഭാരങ്ങളെയും, അവരുടെ സകല പ്രശ്നങ്ങളെയും പകൽക്കാലം കർത്താവേ, ദൈവം അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ ദൈവശബ്ദം അവരുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ ഇവരുടെ ജീവിതത്തിനകത്ത് ആശ്വാസം വെളിപ്പെടട്ടെ, സന്തോഷം വെളിപ്പെടട്ടെ. ഈ ദൈവശബ്ദം അവരുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ വിടുവിക്കണം. ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ രാവിലെ വീണ്ടും ദൈവശബ്ദവുമായി നിങ്ങളുടെ മുത്തിയെ എത്തുവോളും കർത്താവ് നിങ്ങളെ കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.